പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് പ്രകാശ്. ബേസിക്കലി ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു 30 വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തു. ഇന്ന് ഒരു ഓൺട്രപ്രണർ ആകാനുള്ള വലിയൊരു ശ്രമത്തിലാണ്. ഒരു എംപ്ലോയി ആയിട്ട് നിന്നിട്ട് അവിടെ നിന്ന് ഒരു ഗസറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ശേഷം കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഒരു 4 ഡിസ്ട്രിക്റ്റിൻ്റെയൊക്കെ ചാർജ് ഉണ്ടായിരുന്ന ഒരു സീനിയർ സൂപ്രണ്ടായിരുന്നു. അവിടെ നിന്ന് ആ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്പോൾ ഒരു സംരംഭകനാകാനുള്ള, ഒരു ഓൺട്രപ്രണർ ആകാനുള്ള വലിയ പരിശ്രമത്തിലാണ്. ഇപ്പോൾ എംപ്ലോയിയിൽ നിന്ന് ഒരു ഓൺട്രപ്രണർഷിപ്പുള്ള ട്രാൻസ്ഫോർമേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ്. ഞാൻ എപ്പോഴും ഒരു വാചകം കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാ പ്രായത്തിലും എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. അതിന് പ്രായമോ വയസ്സോ എക്സ്പീരിയൻസോ ഒന്നുമില്ല. സ്വപ്നം തന്നെയാണ്. അത് അടിയുറച്ച് വിശ്വസിക്കുക. ഞാൻ എല്ലാവർക്കും പറയാനുള്ളൊരു വാക്കതാണ്, എല്ലാവരോടും. അതിന് ഇന്ന പ്രായമെന്നോ നമ്മൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നൊന്നും പ്രശ്നമല്ല. ആ സ്വപ്നങ്ങളിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. അത് നേടാൻ വേണ്ടി നമുക്ക് ഒരിക്കലും എംപ്ലോയ്മെൻ്റ് കൊണ്ട് പരിധി കൂടുതൽ നമുക്ക് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സ്വപ്നം കാണുമ്പോൾ ഒരിക്കലും ചെറിയ ചെറിയ സ്വപ്നങ്ങളല്ല. നമ്മൾക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എന്തിനായിക്കോട്ടെ അത് ഞങ്ങളുടെ സ്വപ്നങ്ങളായിട്ട് എടുക്കും വേണം. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല. സാധാരണ ഇപ്പോൾ ചെയ്യുന്ന ജോലി കൊണ്ട് 5 വർഷമോ 10 വർഷമോ കൊണ്ടോ ചെയ്താൽ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ സ്വപ്നം നേടിക്കുന്നതാണെങ്കിൽ അത് ലക്ഷ്യമാണ്. ഞാൻ പറഞ്ഞ കുറേ കൂടി വൈഡായിട്ടുള്ള ഒരു സാധാരണ ഒരു എംപ്ലോയിയിൽ നിന്ന് ഞാൻ കണ്ടിരുന്ന കുറേയധികം സ്വപ്നങ്ങളുണ്ട്. അതൊരിക്കലും ഒരു നമ്മുടെ ലൈഫ് ടൈമിൽ നേടേണ്ട ചില സ്വപ്നങ്ങളാണ്. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭകനാകാൻ തീരുമാനിച്ചത്. ആ സംരംഭകനാകാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ അടുത്ത ചിന്ത അതിനകത്ത് ഏത് ചൂസ് ചെയ്യണമെന്ന് ആലോചിച്ചു. അങ്ങനെയുള്ള പഠനം കിടക്കാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി കടന്നു വരുന്നത്. ഇത് 98 മുതൽക്ക് എൻ്റെ മനസ്സിൽ കത്തിപ്പെടുന്നൊരു ആഗ്രഹമായിരുന്നു, ഡയറക്റ്റ് സെല്ലിംഗ് ഓൺട്രപ്രണർ ആവണമെന്ന്. കാരണം അവിടെ മുതൽ മുടക്കില്ല, വിദ്യാഭ്യാസം ആവശ്യമില്ല, മുൻപരിചയം ആവശ്യമില്ല, ജോലിക്കാരുടെ ആവശ്യമില്ല. നമുക്ക് സ്വയമായിട്ട് ബിൽഡ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള സംരംഭം ഉണ്ടാക്കാൻ പറ്റും. അത്തരൊരു കമ്പനി എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഇന്ന് ആ കമ്പനിയുടെ കൂടെ ഞാൻ പാർട്ട് ടൈമായിട്ട്, ഫുൾ ടൈമായിട്ട് അങ്ങനെ പറയാം വർക്ക് ചെയ്യേണ്ടി. ഇത് നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ടോ ഫുൾ ടൈമായിട്ടോ ചെയ്യാം. അതെന്താണ് ആ സംരംഭകത്വം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു നല്ല കമ്പനി ചൂസ് ചെയ്യേണ്ട അനവധി കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ അതുമായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, വെൽക്കം ഓൾ ഓഫ് യു. താങ്ക് യു.